നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ പാസ് ഫിൽറ്ററാണ്. പ്രീവിയസ് ലെക്ചറിൽ റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ ടു സൈൻ വേവ് ഇൻപുട്ട് ആണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ ടു സ്റ്റെപ്പ് ഇൻപുട്ട്. ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് ആണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ളത്. സോ നമുക്കറിയാം, ദിസ് ഇസ് ദ ലോ പാസ് ഫിൽറ്റർ സർക്യൂട്ട്. Resistor connected in series with the input. So this is Vi of t, and this is connected in series with the resistor, and output is taken across capacitor C. So this is V0 of t. So ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ്. So this input is Vi of t. So Vi of t means a step signal of magnitude V. So ഒരു V magnitude ഉള്ള ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇൻപുട്ടായിട്ട്. Then output is taken across capacitor. So ഇങ്ങനൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ at time t is equal to 0, at time t is equal to 0 നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു 0 കൊടുത്തേക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വി ആണ്. സോ ഈ സഡൻ ആയിട്ടൊരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ദ കപ്പാസിറ്റർ ഒപ്പോസസ് ദ സഡൻ ചേഞ്ചസ് ടു ഇൻപുട്ട്. സോ നമ്മൾ ആ ടി ഈസ് ഈക്വൽ ടു 0 നമുക്ക് പറയാം ദ കപ്പാസിറ്റർ ഒപ്പോസസ് ദ സഡൻ ചേഞ്ചസ് ടു ഇൻപുട്ട്. സോ ആ ഒരു ഒപ്പോസിങ് നേച്ചർ കാരണം നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങത്തില്ല. സോ കപ്പാസിറ്റർ ഒപ്പോസസ് ദ സഡൻ ചേഞ്ചസ് ടു ദ ഇൻപുട്ട്. ദെൻ നമ്മുടെ ഇൻപുട്ട്, അതിനുശേഷം ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആയി തന്നെ പോവുകയാണ്. വി മാഗ്നിറ്റ്യൂഡുള്ളൊരു ഇൻപുട്ടായിട്ട് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. എക്സ്പോണൻഷ്യലായിട്ടായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും. ഇവിടെ നമ്മളൊരു ആ ഒരു വി വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ടി ഈസ് ഈക്വൽ ടു 0 ശേഷം കപ്പാസിറ്റർ ഒരു വി വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുവാണ്. സോ ദ കപ്പാസിറ്റർ വിൽ ചാർജസ് എക്സ്പോണൻഷ്യലി. കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലായിട്ട് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചാർജ് ചെയ്യുന്നത് ആ ഒരു വി വോൾട്ടിലേക്കായിരിക്കും അത് ചാർജ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു വി വോൾട്ടേജ് എങ്കിൽ ആ ഒരു വി വോൾട്ടേജിലേക്ക് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ആ ടി ഈസ് ഈക്വൽ ടു 0 ആ കപ്പാസിറ്ററിന് ആ ഒരു സഡൻ ഇൻപുട്ടിനെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തിരിക്കും. ദെൻ ഇൻപുട്ട് നമ്മൾ വീണ്ടും ഒരു വി വോൾട്ടേജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുവാണ്. അതാണ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ആ ഒരു കോൺസ്റ്റൻറ്റ് ഇൻപുട്ടിൽ ദ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ് എക്സ്പോണൻഷ്യലി. സോ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു എക്സ്പോണൻഷ്യൽ നേച്ചറിലാണ്. സോ ഹിയർ ദ കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ചാർജിങ് എക്സ്പോണൻഷ്യലി. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ഇനി നമുക്കിതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കൂടി നമുക്ക് ഡിറൈവ് ചെയ്യണം. സോ നമുക്കിവിടെ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ ഇൻപുട്ട് ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Vi of t, the input voltage Vi of t is equal to the voltage across resistor. സപ്പോസ് I of t ആണ് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്കിൽ, ഈ ഒരു ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I of t ആണെങ്കിൽ, ദെൻ R ഇൻറ്റു I of t പ്ലസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/c ഇൻ്റഗ്രൽ I dt അല്ലെങ്കിൽ I of t dt. ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് ആ ഒരു ഇൻപുട്ട് ലൂപ്പിൽ, ഈ ഒരു ലൂപ്പിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് നമുക്കറിയാം V0 of t എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. സോ V0 of t ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, ദാറ്റ് ഈസ് 1/c ഇൻ്റഗ്രൽ I dt. സോ അല്ലെങ്കിൽ I of t dt എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. സോ ദിസ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2. നമുക്കറിയാം ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ്. That is, our input is Vi of t, which can be written as V into U of t. ഒരു സ്റ്റെപ്പ് സിഗ്നലാണ് V into U of t എന്ന് എനിക്ക് പറയാം. കാരണം നമ്മൾ V മാഗ്നിറ്റ്യൂഡുള്ള ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, ദിസ് ഈസ് U of t with magnitude 1.
സോ വി ഇൻറ്റു യു ഓഫ് ടി മീൻസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഡിഫൈൻഡ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ വി ആർ അപ്ലൈയിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ടു ഇക്വേഷൻ 1. അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം to equation 1. സോ ഇക്വേഷൻ 1ൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വി ഐ ഓഫ് ടി ഡിഫൈൻ ചെയ്തു, വി യു ഓഫ് ടി ആണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി യു ഓഫ് ടി ആണ്. സോ വി യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ഈ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു, വി ഇൻറ്റു യു ഓഫ് ടി ആണ്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ യു ഓഫ് ടിയുടേത് 1/s ആണ്, വി കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്കതിനെ വി ബൈ എസ് എന്ന് എഴുതാം. സോ വി ബൈ എസ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 1ൻ്റെ ആണ്. ആർ ഇൻറ്റു ഐ ഓഫ് ടി മീൻസ് ആർ കോൺസ്റ്റൻ്റ് ആണ്, ഐ ഓഫ് ടിയുടേത് ഐ ഓഫ് എസ് പ്ലസ് 1/c കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഐ ഡി ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഐ ഓഫ് എസ് ബൈ എസ് എന്ന് നമുക്ക് കിട്ടും. ഇതിനകത്തുനിന്ന് ഐ ഓഫ് എസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം ആർ പ്ലസ് 1/cs. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെയാണ് ഞാൻ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ വി ബൈ എസ് ഇസ് ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിനകത്തുനിന്ന് ഐ ഓഫ് എസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി ബൈ എസ് ഇൻറ്റു ആർ പ്ലസ് 1/cs. സോ ഐ ഓഫ് എസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. സോ ഞാൻ ഇതിനെ ഇക്വേഷൻ എ എന്ന് കൊടുക്കുവാണ്, ഇക്വേഷൻ എ. സോ then apply Laplace transform to equation 2. Apply Laplace transform to equation 2. Equation 2 ഇവിടെ ഉണ്ട്, ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ ആണ്. സോ വി സീറോ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം വി സീറോ ഓഫ് എസ് ആണ്. സോ വി സീറോ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/c കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഐ ഡി ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഐ ഓഫ് എസ് ബൈ എസ് ആണ്. സോ ഇവിടെ നമുക്ക് ഐ ഓഫ് എസിൻ്റെ വാല്യൂ ഇക്വേഷൻ എയിൽ നിന്ന് നമുക്കറിയാം, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1/c ഇൻറ്റു വി ബൈ ഒരു ഓൾറെഡി ഒരു എസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു എസ്സും ഉണ്ട്. സോ ദിസ് ഈസ് സി എസ് ഇൻറ്റു ഐ ഓഫ് എസിന് പകരം നമ്മൾ എസ് ഇൻറ്റു ആർ പ്ലസ് 1/cs ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ 1/cs ഇൻറ്റു വി ബൈ എസ് ഇൻറ്റു ഓപ്പൺ ചെയ്യുമ്പോൾ ദിസ് ഈസ് സി ആർ എസ് പ്ലസ് 1/cs. സോ ഈ സി എസും ഈ സി എസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് അവർ എക്സ്പ്രഷൻ വിൽ ബിക്കം ദിസ് ഈസ് ഈക്വൽ ടു വി ബൈ എസ് ഇൻറ്റു സി ആർ എസ് പ്ലസ് 1. സോ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഒരു എസ് പ്ലസ് എ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ, നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നേരത്ത് അതിനൊരു എളുപ്പ ഫോമിലെത്തിക്കാൻ നമ്മൾ എസ് പ്ലസ് എ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ നിന്നൊരു സി ആർ ഞാൻ കോമൺ ആയിട്ട് എടുക്കുവാണ്. സോ വി ബൈ എസ് ഇൻറ്റു സി ആർ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? എസ് പ്ലസ് 1/cr ഇങ്ങനൊരു എക്സ്പ്രഷനായിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതുവാണ്. വി സീറോ ഓഫ് എസ് ഔട്ട്പുട്ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷനെ തന്നെ ഞാൻ ദിസ് ഈസ് വി ബൈ ആർ സി ഹോൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1/cr. ഈ രണ്ട് എക്സ്പ്രഷൻ സെയിം ആണ്. വി ബൈ സി ആർ അപ്പോൺ ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1/cr രണ്ടും സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. ദെൻ നമുക്ക് ഇതിനെയാണ് സോൾവ് ചെയ്യേണ്ടത്. നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് 1/cr. സോ ഇവിടുന്ന് എയും ബിയും സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. എയുടെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്യുന്നത് ദ ഡിനോമിനേറ്റർ പല രീതിയിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. സോ എ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഇതിൻ്റെ ഡിനോമിനേറ്റർ എസ് ആണ്, എസ് ഇൻറ്റു ദ ഫുൾ ഫംഗ്ഷൻ. നമ്മുടെ ഫുൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത്. സോ വി ബൈ ആർ ഇൻറ്റു എസ് പ്ലസ് 1/cr അറ്റ്
എസ് ഈസ് ഈക്വൽ ടു, സോ ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ എസ് ഈസ് ഈക്വൽ ടു 0, കാരണം എസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ എയുടെ വാല്യൂ എസ് വെച്ചിട്ടാണ്. സോ എസ് ഇൻറ്റു ദ ഫുൾ ഫംഗ്ഷൻ അറ്റ് എസ് ഈസ് ഈക്വൽ ടു 0. സോ നമ്മൾ ഇവിടുന്ന് എസ്സും ക്യാൻസൽ ചെയ്യാം. എസ്സിന് 0 കൊടുക്കുമ്പോൾ സോ ഇവിടെ വി ബൈ ആർ സി ആണ്, വി ബൈ ആർ സി. സോ വി ബൈ ആർ സി എസ് എസ് ക്യാൻസൽ ചെയ്തു. എസ്സിന് ഇവിടുന്ന് 0 നമ്മൾ കൊടുക്കണം. ക്യാൻസൽ ചെയ്തിട്ട് എസ്സിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ വി ബൈ ആർ സി ഡിവൈഡഡ് ബൈ 1 ബൈ ആർ സി. സോ ആർ സി വിൽ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് എയുടെ വാല്യൂ വി എന്ന് കിട്ടും. സിമിലർലി നമുക്ക് ബിയും ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇവിടെ നോക്കിയാൽ മതി, ബിയുടെ ഡിനോമിനേറ്റർ എസ് പ്ലസ് 1 ബൈ സി ആർ ആണ്. സോ എസ് പ്ലസ് 1 ബൈ സി ആർ ഇൻറ്റു ദ ഫുൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ വി ബൈ ആർ സി ദ ഹോൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ബൈ ആർ സി അറ്റ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആർ സി. കാരണം ഇവിടെ നമ്മൾ എസ് പ്ലസ് 1 ബൈ ആർ സി, സോ അറ്റ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആർ സി, ആ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. സോ എസ് പ്ലസ് ആർ സി, എസ് പ്ലസ് 1 ബൈ ആർ സി, എസ് പ്ലസ് 1 ബൈ ആർ സി, എസ് പ്ലസ് 1 ബൈ ആർ സി ക്യാൻസലായി പോകും. എസ്സിന് മൈനസ് 1 ബൈ ആർ സി എന്നാണ് കൊടുക്കേണ്ടത്. സോ വി ബൈ ആർ സി ഡിവൈഡഡ് ബൈ എസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആർ സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ സി ക്യാൻസലാവും, മൈനസ് വി എന്ന് കിട്ടും. സോ എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എ ഈസ് ഈക്വൽ ടു പ്ലസ് വി ആൻഡ് ബി ഈസ് ഈക്വൽ ടു മൈനസ് വി. സോ എസ് പ്ലസ് 1 ബൈ സി ആർ. ഇതാണ് V0 ഓഫ് എസ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം we will get V0 of t is equal to V by S. V constant ആണ്. 1 by S ൻ്റെ ഇൻവേഴ്സ് U of t ആണ്. U of t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 by S എന്ന് പറയുന്ന പോലെ 1 by S ൻ്റെ ഇൻവേഴ്സ് U of t ആണ്. സോ V ഇൻറ്റു U of t മൈനസ് V അഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. 1 by S plus A, 1 by S plus എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് e raised to minus 8t U of t ആണ്. സോ ഇവിടെ 1 ബൈ എ എന്ന് പറയുന്നത് 1 ബൈ സി ആർ ആയിട്ട് എടുക്കാം. സോ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ഇൻറ്റു യു ഓഫ് ടി. സോ നമുക്ക് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്നും നമുക്ക് വി കോമൺ എടുക്കാം. സോ വി കോമൺ എടുത്തു കഴിഞ്ഞാൽ വിയും എടുക്കാം, യു ഓഫ് ടി എടുക്കാം. സോ വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ഇൻറ്റു യു ഓഫ് ടി നമുക്കിതിനെ എഴുതാം, V0 ഓഫ് ടി എ. സോ ഒന്നും കൂടെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുവാണ്, അപ്രോക്സിമേഷൻ അല്ല. സോ V0 ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. നമുക്കറിയാം യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. യു ഓഫ് ടി ഈസ് 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ ഇവിടെ അതിൻ്റെ കണ്ടീഷൻ എഴുതാം, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ. ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷനാണ്. ആ കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലായിട്ട് ചാർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഫൈനൽ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനാണ് V0 ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി, കണ്ടീഷൻ ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഞാനിവിടെ യു ഓഫ് ടി 1 കൊടുത്തത്. യു ഓഫ് ടിയുടെ വാല്യൂ 1 ആവുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിലാണ്. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. അതിൻ്റെ റെസ്പോൺസ് നമ്മൾ ആദ്യം കണ്ടിരുന്നു. ഇതാണ് റെസ്പോൺസ് ഫോർ ലോ പാസ് ഫിൽറ്റർ ഫോർ സ്റ്റെപ്പ് ഇൻപുട്ട്. സോ ഇനി നമുക്കിതിനകത്തുനിന്ന് ഒരു കാര്യം കൂടെ പഠിക്കാം. റൈസ് ടൈമിൻ്റെ ഒരു എക്സ്പ്രഷൻ കൂടെ നമുക്ക് നോക്കാം. റൈസ് ടൈം ഡിഫൈൻഡ് ബൈ ടി ആർ. സോ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ വേവ് ഫോം. നമ്മൾ വരച്ച ആ റെസ്പോൺസ് അല്ലെങ്കിൽ ആ വേവ് ഫോമിൻ്റെ ദ ടൈം ടേക്കൺ ബൈ ദ വേവ് ഫോം ടു റൈസ് ഫ്രം, നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ദ ടൈം ടേക്കൺ ബൈ ദ വേവ് ഫോം ടു റൈസ് ഫ്രം 10% to 90% of its steady value. ആ വി വോൾട്ടേജിലേക്ക് റൈസ് ചെയ്ത് പോവുകയാണ്. സോ ആ വി വോൾട്ടേജിലേക്ക് റൈസ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫൈൻ ചെയ്തേക്കുന്നത് 10% ഓഫ് ദാറ്റ് വാല്യൂ ടു 90% ഓഫ് ദാറ്റ് സ്റ്റഡി വാല്യൂ. സ്റ്റഡി വാല്യൂ എന്ന് പറയുന്നത്
വി ആണ്. ആ വി വോൾട്ടേജ് ആണ് നമ്മൾ കൊടുത്തേക്കുന്ന സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് ടൈം ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ അറിയാം. V0 ഈസ് ഈക്വൽ ടു, ഇപ്പം പ്രൂവ് ചെയ്തതേ ഉള്ളൂ, V ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ അറ്റ് ടി ഈക്വൽ ടു T1. ഇപ്പോൾ T1 എന്ന് പറയുന്ന ഒരു ടൈം ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. അവിടെയാണ് ആ 10% ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നത്. സോ V0 ക്യാൻ ബി 10% ഓഫ് വി എന്താണെന്ന് അറിയാം. നമ്മൾ ആ സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ മാക്സിമം വാല്യൂ ആണ്. സോ ആ വിയിലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് ആ സ്റ്റഡി വാല്യൂ എന്ന് പറയുന്നത്. സോ V0 ഈസ് ഈക്വൽ ടു 10% ഓഫ് വി ആവുന്നതിൻ്റെ ആ ഒരു ബൗണ്ടറി കണ്ടീഷനാണ് പറയുന്നത്. ടി ഈസ് ഈക്വൽ ടു T1ൽ V0 വിൽ ബിക്കം 10% ഓഫ് സ്റ്റഡി വാല്യൂ, ദാറ്റ് ഈസ് വി. സോ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഈ ഒരു ഇക്വേഷൻ 1ലേക്ക് അപ്ലൈ ചെയ്യുവാണ്. സോ ഇറ്റ് വിൽ ബിക്കം V0 ഈസ് ഈക്വൽ ടു, സോ V0ക്ക് പകരം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. V0 ഈസ് ഈക്വൽ ടു 10% ഓഫ് വി എന്ന് പറയുന്നുണ്ട്. സോ 10% ഓഫ് വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/100 ഇൻറ്റു വി. 10/100 ഇൻറ്റു വി മീൻസ് 0.1 വി. സോ ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V0ക്ക് പകരം 0.1 വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് T1 സമയത്താണ് ഈ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇതിനകത്തുനിന്ന് T1 സോൾവ് ചെയ്തെടുക്കുക. സോ വി രണ്ടിടത്തുനിന്ന് ക്യാൻസൽ ചെയ്യാം. ദെൻ 0.1 ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് T1 ബൈ ആർ സി. ദെൻ 1 മൈനസ് ഇ റൈസ് ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇ റൈസ് ടു മൈനസ് T1 ബൈ ആർ സി ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.1 വിച്ച് ഈസ് ഈക്വൽ ടു 0.9. ഈ എക്സ്പോണൻഷ്യൽ ടേം ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് നാച്ചുറൽ ലോഗരിതം ആവും. സോ എനിക്ക് മൈനസ് T1 ബൈ ആർ സി എക്സ്പോണൻഷ്യൽ കളയാൻ നാച്ചുറൽ ലോഗരിതം ചെയ്താലും മതി. സോ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പോണൻഷ്യൽ ടേം പോവും. സോ മൈനസ് T1 ബൈ ആർ സി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 0.9. സോ അല്ലെങ്കിൽ നമുക്ക് എഴുതാം മൈനസ് T1 is equal to RC natural logarithm of 0.9. ഈ മൈനസ് T1 പകരം നമുക്ക് ഈ ലോഗിനെ നമുക്ക് 1/0.9 എഴുതിയാലും നമുക്ക് സെയിം ആൻസർ ആണ്. ദാറ്റ് ഈസ് RC ln 1/0.9 എന്ന് എഴുതാം. ഞാൻ ആ മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് സൈൻ ചേഞ്ച് ആയിട്ട് മാറിക്കോളും. സോ നാച്ചുറൽ ലോഗരിതം ഓഫ് 1/0.9 എന്ന് എഴുതാം നമുക്ക്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടേത് അറ്റ് ടി ഈസ് ഈക്വൽ ടു T2. വേറൊരു ടൈം പറയുവാണ്. ടി ഈസ് ഈക്വൽ ടു T2ൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 90% ഓഫ് സ്റ്റഡി വാല്യൂ അറ്റൈൻ ചെയ്യും. ദാറ്റ് ഈസ് 90% ഓഫ് സ്റ്റഡി വാല്യൂ മീൻസ് വി വോൾട്ടേജ്. സോ അല്ലെങ്കിൽ നമുക്ക് പറയാം 0.9 വി. സോ V0യുടെ വാല്യൂ T2ൽ. സോ എഗെയിൻ ഇക്വേഷൻ 1ലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇക്വേഷൻ 1 നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. V0 ഇവിടെ ടിക്ക് പകരം T2 കൊടുക്കുക, V0ക്ക് പകരം 0.9 എന്ന് കൊടുക്കുക, 0.9 വി. സോ ഇക്വേഷൻ ബിക്കംസ് 0.9 വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് T2 ബൈ ആർ സി. സോ ഇവിടെയും വി ക്യാൻസൽ ചെയ്യാം. 0.9 ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് T2 ബൈ ആർ സി. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഇ റൈസ് ടു മൈനസ് T2 ബൈ ആർ സി ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.9 വിച്ച് ഇസ് ഈക്വൽ ടു 0.1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് നാച്ചുറൽ ലോഗരിതം മൈനസ് T2 ബൈ ആർ സി ഇസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 0.1. സോ ഈ ഒരു മൈനസ് കളയാൻ ഇതിന് ഇപ്പുറത്തോട്ടാക്കി എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. സോ എഗെയിൻ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം T2 ഇസ് ഈക്വൽ ടു ആർ സി ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് 1/0.1. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം T1ൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആർ സി നാച്ചുറൽ ലോഗരിതം ഓഫ് 1/0.9 ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.1 ആർ സി എന്ന് നമുക്കിവിടെ കിട്ടും T1ൻ്റെ വാല്യൂ. സിമിലർലി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം T2ൻ്റെ വാല്യൂ 2.3 ആർ സി എന്ന് നമുക്ക് കിട്ടും. സോ റൈസ് ടൈം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. 10%ൽ നിന്നും 90% ആ ഒരു സ്റ്റഡി വാല്യൂ ആ ടൈം ഡിഫറൻസ് ആണ് റൈസ് ടൈം. സോ റൈസ് ടൈം TR ക്യാൻ ബി റിട്ടൺ ആസ് T2 മൈനസ്
T1, 90% steady value minus 10% steady value, that is equal to 2.3 RC minus 0.1 RC. സോ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 2.2 RC എന്നാണ്. സോ ഇതാണ് ആ റൈസ് ടൈമിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇത്രയുമാണ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ ടു സ്റ്റെപ്പ് ഇൻപുട്ട്. സോ അടുത്ത ലെക്ചറിൽ നമ്മൾ പൾസ് ഇൻപുട്ടും സ്ക്വയർ വേവ് ഇൻപുട്ടും നോക്കാം. ഓക്കെ, താങ്ക് യു.